ഹലോ ഫ്രണ്ട്സ്, അമ്മാനി പൊന്നു വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് അരീക്കോട് ഒരു ഈവനിങ് കഫേ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വരെ ഒന്ന് പോവാച്ച്. ചില ദിവസം ഹോട്ടലൊക്കെ കഴിഞ്ഞ് വന്നാൽ ഒന്ന് ചായ കുടിക്കാൻ പോകണം, പുറത്തേക്ക് പോകണം എന്ന് തോന്നിയാൽ ഞങ്ങൾ അങ്ങോട്ടാണ് കേട്ടോ പോവുക. പിന്നെയെന്ന് പറഞ്ഞാൽ ചെറിയൊരു സങ്കടം, ഇന്ന് ഋതുവാവ 2 ദിവസമായിട്ടാണ് ചാത്തല്ലൂർ പോയിട്ട്. പിന്നെ പറഞ്ഞാൽ ഓന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചാത്തല്ലൂരാണ്, ഓൻ്റെ കളിക്കൂട്ടുകാരും പിന്നെ ഓന് പന്ത് കളിക്കാനും. അപ്പോൾ വലിയൊരു പ്രശ്നമല്ല, പിന്നെ ഓൻ വരുമ്പോൾ ഞങ്ങൾ പോണതാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ട് പോന്നു കേട്ടോ. ഇതാണ് കേട്ടോ നമ്മൾ അരീക്കോട് പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു ഈവനിങ് കഫേ ഉള്ളത്. അപ്പോൾ ഞങ്ങളൊന്ന് സെൽഫി എടുക്കാൻ വിചാരിച്ചിരുന്നു, പക്ഷേ അതൊന്ന് വീഡിയോ ആയി കേട്ടോ. അങ്ങനെ ഋതിക്കുട്ടീനെ എന്തിലെന്തെങ്കിലും ഒന്ന് കയറ്റട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓളിതിലൊക്കെ കയറണമെന്ന് പറഞ്ഞപ്പോൾ ഓളെന്നതിൽ കയറ്റി കൊടുത്തു. പിന്നെ നല്ല രസമാണ് കേട്ടോ ഇവിടെ അങ്ങനെ ഈ വൈകുന്നേര സമയങ്ങളിൽ കുറച്ചും കൂടെ ഒന്ന് നൈറ്റ് ആവണം, അപ്പോൾ കൂടുതൽ പേരുണ്ടാവും കേട്ടോ. ഇതാ കുറേ ചെറിയ ചെറിയ മക്കളുണ്ട്. അപ്പോൾ ഓൽക്കിപ്പോൾ ഏറ്റവും ഇഷ്ടം ഈ ഒരു പ്ലേ ഗ്രൗണ്ടിലാവുമല്ലോ. അങ്ങനെ ഓരോരുത്തർ ഇതാ ഓരോന്നിൽ കയറി കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കൂടുതലും ഫാമിലി ആയിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത്. പിന്നെ വന്നു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ചായ ആയാലും നല്ല വൈബോട് കൂടിയിട്ട് കുടിക്കുക കേട്ടോ. പക്ഷേ ചായ മാത്രമല്ല, ഇവിടെ എന്താ നമ്മൾക്ക് വിചാരിച്ച സംഭവങ്ങളെല്ലതും ഉണ്ട് കേട്ടോ. അങ്ങനെ ഋതിക്കുട്ടി കയ്യിലൊന്ന് കയറി. അങ്ങനെ അനീഷേട്ടൻ എന്താ നമുക്ക് വാങ്ങുക വെച്ച് നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾ ചിക്കൻ ലോഡറാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞത്. അങ്ങനെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് കടയിൽ നിന്ന് എന്ത് ബുക്ക് ചെയ്താലും നമുക്ക് ഇവിടെ ഈ ടേബിളിലും ചെയറിലും സ്റ്റൂളിലൊക്കെ വന്നിരിക്കുക കേട്ടോ. അവിടേക്ക് ഓരോത് കൊണ്ടുവന്ന് തരെ ഓരോ ഭാഗത്തും ഓരോ ഫുഡ് ഐറ്റംസാണ് കേട്ടുള്ളത്. ഇത് ഒരു നമ്മൾ ഇരിക്കണതിൻ്റെ തൊട്ടപ്പുറത്താണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ പേരുകൾ ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല, ഈ എഴുതിയത് മാത്രമേ കേട്ടോ എനിക്കും അറിയുള്ളൂ. പിന്നെ ഓരോ സൈഡിലും ഇവിടെ ബ്രോസ്റ്റ് ഉണ്ട്, ചില്ലി ബ്രോസ്റ്റ് ഉണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. ഇത് വേറൊരു ഏരിയ ആണ് കേട്ടോ. നമ്മൾ അരീക്കോട് ഇത്രയും പിന്നെ എന്താ പറയുക വിശാലമായിട്ടൊരു ഏരിയ ഉണ്ട് എന്നുള്ളത് ഇവിടെ വന്നാൽ തന്നെ കേട്ടോ മനസ്സിലാവുള്ളൂ. കാരണം പുറത്തുനിന്ന് നോക്കുമ്പോൾ വലുതായിട്ടൊന്നുമില്ല തോന്നും, പക്ഷേ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. പായസം, ചൂടുള്ള പായസമുണ്ട്, തണുത്ത പായസമുണ്ട്. അങ്ങനെ ഋതിക്കുട്ടി എന്താ മമ്മൂസൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ അത് ഓരോന്ന് ഞങ്ങൾ വാങ്ങിയിട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് പറയും, പക്ഷെ എല്ലാം കൂടെ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് പറഞ്ഞാൽ നമുക്ക് അറിയാമല്ലേ വയറിൻ്റെ പാടെന്താവും എന്നുള്ളത്. അങ്ങനെ ഋതിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പിന്നെ ചിക്കൻ ലോഡഡും ഞങ്ങൾ കഴിച്ചു. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിരുന്ന് കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കുമ്പോൾ ചെറുതായിട്ടൊരു പാട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ബോക്സിലുണ്ടാവും കേട്ടോ. പിന്നെ ഇതാ ഇങ്ങനെ ഒരു ഐറ്റംസ് ഉണ്ട്, കുറേ മിഠായികൾ. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് സംഭവമാണ് കേട്ടോ. അത് ലൈവായിട്ടാണ് കേട്ടോ ഇവിടെ എല്ലാ കാര്യങ്ങളും ഉള്ളത്. വട, അതുപോലെ ചിക്കൻ്റെ വിങ്സ്, പിന്നെ അതുപോലെ എന്താ പറയുക ഇത് പഴംപൊരി, കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ. അതുപോലെ ന്യൂഡിൽസ് ഉണ്ട്. ന്യൂഡിൽസ് കുറച്ചും കൂടെ ഒരു ടൈം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ന്യൂഡിൽസൊക്കെ റെഡിയാണ് കേട്ടോ. ഇപ്പോൾ ഞങ്ങളൊരു ഏകദേശം 4:30-5 മണി സമയത്ത് തന്നെ ഇവിടെ എത്തിയത് കൊണ്ടാണ്. പിന്നെ ഇവിടെ പറഞ്ഞാൽ മസാല ദോശ, നെയ് റോസ്റ്റ്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ. ഇത് വെജുമാനയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ അല്ലേ കുനാഫ എന്ന് പറയുന്നത്. അപ്പോൾ അതും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ ഈ ഭാഗത്ത് വന്നിരിക്കാൻ നല്ല രസമാണ്. കുട്ടികൾക്കുള്ള പല ടോയ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അനീഷേട്ടൻ അതിലൊക്കെ ഒന്ന് ജസ്റ്റ് കയറ്റിച്ചു. പിന്നെ ഇങ്ങനെ പറഞ്ഞു ഓളോട് നമുക്ക് ഋതുത്താട്ടം വന്നിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് മെല്ലെ മിന്നാനുള്ള പരിപാടിയാണ് കേട്ടോ. നമുക്ക് ലൈറ്റായിട്ട് ഇവിടുന്ന് കഴിക്കാനും രസമാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ എന്താ പറയുക കുറച്ചൊരു ഹെവി ആയിട്ട് ചിക്കൻ ലോഡഡൊക്കെ ഒന്ന് കഴിച്ചു. ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ലായിരുന്നു ഇതുവരെ. അപ്പോൾ അത് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളത് വാങ്ങി. പിന്നെ കുറച്ച് സമയമോളം കൂടെ അവിടെ നിന്ന് ഇരുന്ന് കൊടുത്തു കേട്ടോ. അമ്മ അവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് ഇനി ഞങ്ങൾക്ക് പോവാമെന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് ഇങ്ങനെ പറഞ്ഞ സൂപ്പിടാണ്. കുറേ സമയം ഇരിക്കുകയാണെങ്കിൽ അവിടെ നേരം പോകണം നമ്മളറിയില്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അരീക്കോട് വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് എന്തായാലും കയറി നോക്കണം. നല്ല വൈബുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഓക്കേ.